നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടൻ തന്നെയാണ് ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ കടിഞ്ഞാൺ ഏന്തുന്നതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിവായി. ഷാഫി പറമ്പിലിന് പോലീസ് മർദ്ദനം ഏറ്റ ഉടനെ കേരളത്തിന്റെ തെരുവീഥികളിൽ യൂത്ത് കോൺഗ്രസുകാർ ചാടിയിറങ്ങുകയും പോലീസുമായി ഏറ്റുമുട്ടുകയും അക്രമാസക്തമായ സമരങ്ങൾ നടത്തുകയും ചെയ്തതിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇടപെടലാണെന്നാണ് കോൺഗ്രസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ കടിഞ്ഞാൺ യഥാർത്ഥത്തിൽ ഏന്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണെന്നാണ് പറയുന്നത്. ഷാഫി പറമ്പിലിന് സംസ്ഥാനമൊട്ടുക്കും 14 ജില്ലകളിലും അനുയായികളുണ്ട്. ആ അനുയായികളെ നിയന്ത്രിക്കുന്നതും ആ അനുയായികൾ വിശ്വസ്തത പുലർത്തുന്നതും മാങ്കൂട്ടത്തിനോടും ഷാഫി പറമ്പിലിനോടും മാത്രമാണ്. അതുകൊണ്ടാണ് ഞൊടിയിടയിൽ ഷാഫിക്ക് മർദ്ദനമേറ്റ സമയത്ത് തന്നെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തെരുവീഥികളിൽ ഇറക്കാനും പോലീസുമായി ഏറ്റുമുട്ടാനും വലിയ പ്രക്ഷോഭത്തിനും പ്രതിഷേധ പ്രകടനങ്ങൾക്കും നേതൃത്വം നൽകാനും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ സാധ്യമാക്കി തീർക്കാനും രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞത് ഇതുകൊണ്ടായിരുന്നു. രാഹുലിൻ്റെ ഇടപെടലാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ മുഴുവൻ കഴിഞ്ഞ ദിവസം തെരുവിലിറക്കിയത്. യൂത്ത് കോൺഗ്രസിന് ഇപ്പോൾ അധ്യക്ഷനില്ല. അബിൻ വർക്കിക്കാണ് അധ്യക്ഷൻ്റെ ചുമതല. എന്നാൽ അബിൻ വർക്കിയുടെ അധ്യക്ഷ സ്ഥാനം ഇതുവരെ ഉറപ്പിച്ചിട്ടുമില്ല. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ അധ്യക്ഷനുണ്ടാകുമെന്നൊക്കെ സണ്ണി ജോസഫ് പറയുന്നുണ്ടെങ്കിലും KPCC അധ്യക്ഷനും മറ്റ് നേതാക്കളും പറയുന്നുണ്ടെങ്കിലും എപ്പോൾ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ആർക്കും അറിയില്ല. കാരണം കോൺഗ്രസ് ആണ് പാർട്ടി. ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്ന് പറയുന്ന പോലെ, കോഴിക്ക് മുല വരും എന്ന് പറയുന്ന പോലെ കാത്തിരിപ്പ് മാത്രമാണ് എക്കാലവും കോൺഗ്രസിൻ്റെ മുഖമുദ്ര. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാകുമോ എന്നൊന്നും ഇപ്പോഴും ആർക്കും പറയാൻ കഴിയുന്ന അവസ്ഥയിലില്ല. എന്നാൽ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളുമായിട്ടെല്ലാം നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെതിരെ അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായപ്പോൾ ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാവരും ചാടി റോഡിലിറങ്ങി പോലീസുമായി ഏറ്റുമുട്ടി വലിയ പ്രതിഷേധ സമരങ്ങൾക്ക് അവർ നിന്നുകൊടുത്തത്, അല്ലെങ്കിൽ വലിയ പ്രതിഷേധ സമരങ്ങൾ അവർ നയിച്ചത്. 14 ജില്ലകളിലും, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. കാരണം ഇപ്പോൾ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനോ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് നേതാവോ ഒന്നുമല്ല, കേവലം KPCCയുടെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് മാത്രമാണ്. അങ്ങനെ 3-4 വർക്കിംഗ് പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും ഒക്കെ KPCCക്ക് ഉണ്ട്. അതുകൊണ്ട് ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റുന്നതുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കോൺഗ്രസ് അങ്ങനെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ തെരുവിലിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഇടപെട്ട് ഈ യൂത്ത് കോൺഗ്രസ്സുകാരെയെല്ലാം തെരുവിലിറക്കിക്കൊണ്ട് ഷാഫി പറമ്പിൽ വലിയൊരു നേതാവാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉന്നതനായ അല്ലെങ്കിൽ ശക്തനായ നേതാവാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി, കോൺഗ്രസിലെ തങ്ങളുടെ എതിരാളികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ട് 14 ജില്ലകളിലും ഇങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാരെ തെരുവിലിറക്കി അവർ ഒരു വലിയ സമര പരിപാടികൾക്ക് അവർ രൂപം നൽകി, വലിയ സമരങ്ങൾ നടത്തി, പോലീസുമായി ഏറ്റുമുട്ടി. കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ കേരളത്തിൻ്റെ തെരുവീഥികളിൽ യൂത്ത് കോൺഗ്രസ്സുകാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. അതിന് പ്രധാന കാരണം രാഹുൽ മാങ്കൂട്ടം പ്രമുഖ നേതാക്കളെ എല്ലാം വിളിച്ച് തെരുവിലിറങ്ങി, യൂത്ത് കോൺഗ്രസ് തെരുവിലിറങ്ങി കടുത്ത പ്രതിഷേധം നടത്തണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങി പോലീസുമായി ഏറ്റുമുട്ടിയതും വലിയ സമരങ്ങൾ ഉണ്ടായതും അത്ര വലിയൊരു മാധ്യമ ശ്രദ്ധ ആ സമരങ്ങൾ നേടിയതുമല്ല. ഇതിൻ്റെ ഭാഗമായി ഷാഫി പറമ്പിലിനെ പ്രമുഖ നേതാവായി, കോൺഗ്രസിലെ പ്രമുഖ നേതാവായി, അല്ലെങ്കിൽ കോൺഗ്രസ് ഏറ്റവും അധികം ജനപിന്തുണയുള്ള നേതാവായി പ്രതിഷ്ഠിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നുവെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ, എന്നുവെച്ചാൽ രാഹുൽ മാങ്കൂട്ടം വിരുദ്ധ കോൺഗ്രസ് നേതാക്കൾ നമ്മളോട് പറഞ്ഞത്. ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടവും ഇടപെട്ട് തന്നെയാണ് ഈ കോൺഗ്രസിലെ പ്രമുഖ ഉന്നത നേതൃത്വം ആരും അറിയാതെ, KPCC നേതൃത്വം പോലും അറിയാതെയാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തെരുവിലിറങ്ങിയത്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങിയത്. കാരണം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അല്ല ആക്രമിച്ചത്, യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാവിനെ അല്ല ആക്രമിച്ചത്, KPCC നേതാവ് പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അല്ല, കേവലം ഒരു വർക്കിംഗ് പ്രസിഡന്റിനെയും ഒരു MPയെയും മാത്രമാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ കേരളം മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കണമെങ്കിൽ അത് കൃത്യമായ ചില ഓപ്പറേഷൻസ് അവിടെ നടന്നു എന്നാണ് ഈ കോൺഗ്രസ് നേതാക്കൾ പലരും പറയുന്നത്. അതിൻ്റെ പിന്നിൽ കൃത്യമായി പങ്കുവഹിച്ചത് രാഹുൽ മാങ്കൂട്ടമായിരുന്നു. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ കടിഞ്ഞാൺ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൈ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞാൽ ചലിക്കുന്ന പല നേതാക്കളും എല്ലാ ജില്ലകളിലും ഉണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഡീഫാക്ടോ പ്രസിഡന്റ്, ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞെങ്കിലും ഇപ്പോഴും പ്രസിഡന്റിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ പ്രസിഡന്റ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടമാണെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ
പറയുന്നത് അത് ഈ പ്രക്ഷോഭങ്ങളിലൂടെയും ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന പോലീസുമായുള്ള ഏറ്റുമുട്ടലുകളിലൂടെയും വലിയ പ്രതിഷേധ സമരങ്ങളിലൂടെയും വെളിവാക്കപ്പെട്ടു തെളിഞ്ഞു എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചാലേ ഇപ്പോഴും യൂത്ത് കോൺഗ്രസ്സുകാർ തെരുവിലിറങ്ങൂ എന്ന് വരുത്തി തീർക്കേണ്ടത് രാഹുലിനെയും ഷാഫിയെയും പിന്തുണയ്ക്കുന്നവരുടെ ആവശ്യമായിരുന്നു.